അർജുൻ പീതാംബരൻ ചേരുകയാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. അല്പസമയം മുമ്പ് കുറച്ച് ശബ്ദത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിധി ഭരണഘടനയുടെ കൈകളിൽ എന്ന് വിശ്വസിക്കുന്ന അഭിജിത്ത് ദീപ്കയും സംഘവും അവർ തെരുവിൽ അവരുടെ പ്രതിഷേധം ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ ഒരു കാരണവശാലും ഇത് അക്രമത്തിലേക്ക് മാറരുത്. ഇത് കൃത്യമായി അവരുടെ സമയം വിനിയോഗിച്ച് നീറ്റ് പോലെയുള്ള മത്സര പരീക്ഷകളിൽ തയ്യാറെടുത്ത് അവരുടെ സമയം പാഴായി പോയി എന്നിപ്പോൾ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണെങ്കിൽ കൂടി ആ ഒരു വിഷയത്തിനപ്പുറമായി ഇവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏത് രീതിയിലാണ് ഈ പ്രതിഷേധത്തിനുള്ള ഒരു സംഘടനാശ്രമങ്ങൾ അവിടെ നടക്കുന്നത്? എന്താണ് അവരുടെ പ്രതികരണം ഇപ്പോൾ? CJPയുടെ വക്താക്കളടക്കം വിരലിലെണ്ണാവുന്ന കുറച്ചു പേരാണ് ജന്തർ മന്ദറിൽ എത്തിയിരിക്കുന്നത്. അവരുടെ പക്കൽ അംബേദ്കറുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ചില പുസ്തകങ്ങളും അവർ കയ്യിലേന്തി കൊണ്ടുവന്നിരുന്നു. അത് ജന്തർ മന്ദറിൽ സ്ഥാപിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ CJP പ്രവർത്തകരുടെ കയ്യിലെല്ലാം തന്നെ നീറ്റ് പേപ്പർ ലീക്ക്, അതുപോലെ തന്നെ CBSE അഴിമതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന കട്ടൗട്ടുകളും പേപ്പറുകളും പോസ്റ്ററുകളും എല്ലാം തന്നെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്തായാലും ഈ പ്രതിഷേധക്കാർ ഇവിടേക്ക് ജന്തർ മന്ദറിന്റെ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. അവർ എത്തിയതിന് പിന്നാലെ തന്നെ പോലീസ് ആളുകൾക്ക് അകത്തേക്ക് കയറാനുള്ള, ഈ പ്രതിഷേധ സ്ഥലത്തിന് അകത്തേക്ക് കയറാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അഭിജിത്ത് ദീപ്ക ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ, അതായത് ഈ CJPയുടെ കൂടുതൽ ആളുകൾ, പ്രവർത്തകർ ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തേക്ക് അല്പസമയം തന്നെ എത്തും. മാത്രമല്ല, വലിയൊരു പ്രതിഷേധ പരിപാടിയായിട്ട് തന്നെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏകദേശം 50ഓളം പ്രവർത്തകർ മാത്രമാണ് ഇവിടേക്ക് ഈ ജന്തർ മന്ദറിലെ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുന്നത്. അതിൽ തന്നെ ഇവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഇവർ നടത്തുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് ഈ നീറ്റ് പേപ്പർ ലീക്ക്, അതുപോലെ തന്നെ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള മനോവിഷമം, മാത്രമല്ല ഈ കഴിഞ്ഞ ആഴ്ചകളിൽ രാജ്യത്ത് നടന്നിട്ടുള്ള വിവിധ ആത്മഹത്യകൾ, ഇതെല്ലാം ഉയർത്തിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ CJPയുടെ വക്താക്കൾ അടക്കമുള്ള പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെക്കുന്നത് വരെ പ്രതിഷേധം തുടരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഈ പ്രവർത്തകർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് വലിയ സംഘർഷങ്ങളിലേക്കോ അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലേക്കോ ഒന്നും തന്നെ ഇപ്പോൾ പോയിട്ടില്ല. സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം കാഴ്ചവെക്കുന്നതിനുള്ള കാര്യം CJP പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അനുമതി നൽകിക്കൊണ്ട് അവർക്ക് പ്രതിഷേധിക്കാനുള്ള വേദി ഒരുക്കി കൊടുത്തിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ അവർക്ക് കൂടുതൽ ആളുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. വൈകിട്ട് 5 മണി വരെ ഈ പറയുന്ന ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കാമെന്നുള്ള സമയമാണ്. ആ സമയം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിനുള്ള അനുമതി പോലീസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിബന്ധനകൾ പാലിച്ച് പ്രതിഷേധിക്കാം എന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ എന്തായാലും CJPയുടെ വക്താക്കളായിട്ടുള്ള പ്രവർത്തകരടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലടക്കം അത് വ്യക്തമാണ്. അതായത് അംബേദ്കറുടെ ചിത്രം ഉയർത്തുന്നതോടൊപ്പം തന്നെ അർജുൻ പീതാംബരനാണ് ജന്തർ മന്ദറിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.